നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആകെ കളർ ഡ്രസ്സ് ഇടുന്ന ദിവസങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, അങ്ങനെ മൂന്നാലെണ്ണമൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം കൂടി വരുന്നത് നമ്മുടെ ബർത്ത്ഡേക്കാണ്. അതും സ്കൂളുള്ള ദിവസമാണെങ്കിൽ മാത്രം. അതും ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് കളർ ഡ്രസ്സ് ഇട്ട് പോകാമെന്ന് പറയണമെങ്കിൽ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. LKG പഠിക്കുന്ന മോൾക്ക് എത്ര ഡേ ആണെന്നറിയോ? പിങ്ക് ഡേ, ഗ്രീൻ ഡേ, ബ്ലൂ ഡേ, അങ്ങനെ വർഷത്തിൽ തന്നെ വരും ഇതുപോലുള്ള ദിവസങ്ങൾ. പിന്നെ സെലിബ്രേഷൻ ദിവസങ്ങൾ വേറെയും. അപ്പോൾ എന്തായാലും പീലുവിനിപ്പോൾ വന്നിരിക്കുന്നത് ഗ്രീൻ ഡേ ആണ്. ഗ്രീൻ ഡേ മാത്രമല്ല, ഗ്രീൻ ഡേക്ക് കളർ ഡ്രസ്സ് മാത്രമല്ല, എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ പോലെ അവർ അതിന് കണക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡേയും കൂടി സെലിബ്രേറ്റ് ചെയ്യും. ഫാമിലി ഡേ, ഫാമേഴ്സ് ഡേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗ്രീൻ ഡേ ആയതുകൊണ്ട് തന്നെ ഫാമേഴ്സ് ഡേ ആണ് ഈ പ്രാവശ്യം അവർ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാമേഴ്സ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. പിന്നെ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരൻസിന് ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. പക്ഷെ പിള്ളേർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാനും പറ്റും. പീലു ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അവൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഞങ്ങളൊരു സ്റ്റിൽ മോഡൽ ചെയ്യാമെന്ന് വെച്ചു. ഒരു പാടവും ഒരു വീടും പശുക്കളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റിൽ മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാടത്തിൻ്റെ പരിപാടിയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്ത് അങ്ങനെ നന്നായി കട്ട് ചെയ്ത് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2 ഒട്ടിച്ചപ്പോഴേക്കും പീലു പറഞ്ഞു ഞാൻ ചെയ്യാം അമ്മയെന്ന് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ അവൾ തന്നെയാണ് ഒട്ടിക്കുന്നുണ്ടായിരുന്നത്. അതങ്ങനെ ഒട്ടിച്ച് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ഒരു ഇതാണ് നമ്മൾ വെള്ളം തേവാൻ വേണ്ടിയിട്ടൊരു വീല് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ഒക്കെ മോട്ടറും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ മോട്ടറും അതൊക്കെ ഫിറ്റ് ചെയ്ത് ബോറാക്കുന്നേക്കാളും നല്ലത് ഇതാണെന്ന് കരുതി ഞാനൊരു കാർഡ്ബോർഡ് പേപ്പർ വെച്ചിട്ട് അങ്ങനെ ഒരു വീലും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്നത് ഞാനാണെങ്കിലും ഇത് കളറടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പീലു തന്നെയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അതൊക്കെ. പിന്നെ ഞാനൊരു വീടാണ് ഉണ്ടാക്കിയത്. അതും കാർഡ്ബോർഡ് പേപ്പർ വെച്ചിട്ട് വീടുണ്ടാക്കി. പിന്നെ ഞാനൊരു ചെറിയ മരവും പിന്നെ ഒരു തെങ്ങും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ഷേപ്പിൽ കട്ട് ചെയ്ത് പീലുവിന് കൊടുത്തപ്പോൾ പീലു വേഗം അത് കളർ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നമുക്കൊരു ചോളത്തിൻ്റെ കൃഷി ചെയ്താലോ, അല്ലെങ്കിൽ ആ കൃഷി കാണിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റിൽ മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൽ ഞാൻ ചോളത്തിന് ആക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ കളർ പേപ്പർ ഒരു പച്ച കളർ പേപ്പറിൽ ഒട്ടിച്ച് അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ആ വരച്ചെടുക്കുന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൽ ചെറിയതായിട്ടൊരു ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ചോളത്തിൻ്റെ ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പശുവിനെയും പട്ടീനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി ഒട്ടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സംഭവം പീലുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുണ്ടാക്കിയ സ്റ്റിൽ മോഡൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.